ആശീർവാദ് സിനിമാസ് നീണ്ട 24 വർഷം പൂർത്തീകരിച്ചു നിൽക്കുന്ന ഈ ഒരു സമയത്ത്, അതുപോലെ നമ്മുടെ ലാലേട്ടന്റെ മലൈക്കോട്ടെ വാലിബൻ തിയേറ്ററുകൾ നിറഞ്ഞോടെ നിൽക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ലാലേട്ടന്റെ വീട് വരുന്നു പോയാലോ? ഞാനേ ഈ ഒരു വീഡിയോ കുറച്ചു കാലം മുന്നേ എടുത്ത വീഡിയോ ആണ്. അപ്പൊ ലേറ്റസ്റ്റ് വീഡിയോ ആണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ എളമക്കരയിലുള്ള വീട്, എളമക്കര രാജീവ് നഗറിലുള്ള അദ്ദേഹത്തിന്റെ വീടും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ തേവരയിലുള്ള വിസ്മയം എന്ന് പറഞ്ഞിട്ടുള്ള വീടുമാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ വീഡിയോയുടെ അവസാനം നിങ്ങൾ വേറൊരു നടന്റെ വീടും കൂടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് യാത്ര തുടങ്ങിയാലോ? അപ്പൊ ആദ്യം തന്നെ നമുക്ക് എളമക്കര ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇനി നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് ഈ ഒരു ക്ഷേത്രത്തിൽ നിന്നുള്ള വഴിയാണ് കേട്ടോ. അപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ എക്സാക്ട് പേരൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഗൂഗിളിൽ ചെറുതായിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടുള്ള റോഡിന്റെ കാര്യം പറയുവാണെങ്കിൽ വളരെ നല്ല റോഡ് തന്നെയാണ്. നമുക്ക് കട്ടറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വളരെ നല്ല റോഡ് തന്നെയാണ്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് വീടുകളും അപ്പാർട്ട്മെന്റുകളും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ റോഡിലൂടെ പോകുന്ന വണ്ടികളും അതുപോലെ ആൾക്കാരെയൊക്കെ കണ്ട് അങ്ങനെ പോയപ്പോഴാണ് നമ്മുടെ സ്കൈലൈൻ്റെ ഒരു അപ്പാർട്ട്മെന്റ് കണ്ടത്. അവിടെ അല്ല നമ്മുടെ ലാലേട്ടന്റെ വീട് വരുന്നത് കേട്ടോ, നിങ്ങൾ ആരും തിരിച്ചിരിക്കേണ്ട. അപ്പൊ അവിടുന്ന് പിന്നെയും കുറച്ചങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഒരു ബ്ലൂ ബോർഡിനകത്ത് രാജീവ് നഗർ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു രാജീവ് നഗറിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ വഴി കാണാനായിട്ട് പറ്റും. അങ്ങനെ ഞങ്ങൾ നേരെ ആ ഒരു വഴി വെച്ച് പിടിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാര്യം പറയുവാണെങ്കിൽ അതും നല്ല റോഡ് തന്നെയാണ് കേട്ടോ. അപ്പൊ അവിടെ നിന്ന് അങ്ങനെ മുമ്പോട്ടേക്ക് പോകുമ്പോഴാണ് നമ്മൾ എന്ത് കാണുന്നത്, നമ്മുടെ ലാലേട്ടന്റെ വീട് കാണുന്നത് കേട്ടോ. ആ വഴി മുമ്പോട്ട് പോകുമ്പോൾ ആദ്യത്തെ വളവിൽ തന്നെ വൈറ്റ് പെയിന്റ് അടിച്ച ഒരു മതിൽ കാണാൻ പറ്റും. ആ ഒരു മതിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വീടിന്റെ ആഡംബരം എന്തുമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. കാര്യം അത്ര ഗംഭീരമാണ് നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ. അതാണ് നമ്മുടെ ലാലേട്ടന്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പുറത്തു നിന്ന് അകത്തേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ചെറിയ ചെറിയ മരങ്ങളും അതുപോലെ തന്നെ പൂക്കളും ഒക്കെ കാണാനായിട്ട് പറ്റും. വീടിന്റെ മുൻപിലായിട്ട് നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ട് വീടിന്റെ പേര് കാണാനായിട്ട് പറ്റും കേട്ടോ. വീടിന്റെ പേരെന്ന് പറയുന്നത് ശ്രീ ഗണേഷ് എന്നാണ്. ശ്രീ ഗണേഷ് എന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും നമുക്ക് പുറത്ത് ആ ഒരു മതിലിൽ കാണാനായിട്ട് പറ്റും. അങ്ങനെ ഗേറ്റിന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ കറങ്ങുന്നത് കണ്ടിട്ട് നമ്മുടെ വീടിനകത്ത് നിന്ന് ഒരു സൈക്കിളുമായിട്ട് ഒരു ചേട്ടൻ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗേറ്റ് ഓപ്പൺ ചെയ്തു. ഞങ്ങൾ നേരെ നമ്മുടെ ലാലേട്ടന്റെ ശ്രീ ഗണേഷ് എന്ന് പറഞ്ഞ ഇളമക്കരയിലെ വീടിനകത്തേക്ക് കയറി. അപ്പോൾ ഈ ഒരു വീടിനകത്തേക്ക് കയറുമ്പോൾ ഇടതുഭാഗത്തായിട്ട് വീടിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ ഔട്ട് ഹൗസ് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ വീടിന്റെ ഒരു കളർ പറയുവാണെങ്കിൽ വൈറ്റും അതുപോലെ തന്നെ ലൈറ്റ് ബ്ലൂ കളറുമാണ് നമുക്ക് ഈ ഒരു വീട്ടിൽ കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ ആ ഒരു വീടിന്റെ ഷെയ്ഡിനകത്ത് നമുക്ക് ഈ ഓട് പാകിയിട്ടുണ്ട്. ആ ഓടിനാണ് ലൈറ്റ് ബ്ലൂ കളർ കൊടുത്തിരിക്കുന്നത്. നല്ല രസമാണ് നമുക്ക് അവിടെ ഇങ്ങനെ വീട് കാണുമ്പോഴത്തേക്ക്. പിന്നെ വീടിന്റെ മുൻപിൽ കുറെ അധികം വണ്ടികൾ ഇരിപ്പുണ്ട്. ആ ഒരു പോർച്ചിൽ തന്നെ ഒരു സ്കൂട്ടർ ഉണ്ട്, ഒരു ബൈക്ക് ഇരിപ്പുണ്ട്. പിന്നെ തൊട്ട് അപ്പുറത്തായിട്ട് ഒരു ഇന്നോവ കാണാം. പിന്നെ അദ്ദേഹത്തിന്റെ വെൽഫെയർ അറിയാലോ, 1 കോടി രൂപയ്ക്ക് മുകളിൽ വില വരുന്ന വണ്ടിയാണ്. പിന്നെ ഒരു പഴയ കാരവാൻ, അദ്ദേഹത്തിന്റെ പഴയ കാരവാൻ അവിടെ ഉണ്ട് കേട്ടോ. അതിൽ തൊട്ടടുത്തായിട്ട് ഒരു ഫോർച്യൂണർ ഉണ്ട്. പഴയ കാരവാന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അദ്ദേഹം 1 വർഷം മുന്നെയാണ് അദ്ദേഹത്തിന് പുതിയ വാനിറ്റി വാൻ എടുത്തത് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ വാനിറ്റി വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനകത്ത് കുറെ അധികം സെറ്റപ്പുകൾ ഉണ്ട്. അത്ര ഒരു ആഡംബര വാനിറ്റി വാനാണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീണ്ടും നമ്മുടെ ലാലേട്ടന്റെ വീട്ടിലേക്ക് തന്നെ വരാം. അപ്പോൾ ഇഷ്ടം പോലെ ചെടികളും അതുപോലെ തന്നെ മരങ്ങളും പൂക്കളും ഒക്കെ ആയിട്ട് എന്താ പറയാ, മൊത്തത്തിൽ ഒരു പച്ചപ്പാണ് നമുക്ക് ഈ ഒരു വീടിനകത്തേക്ക് കയറുമ്പോൾ കാണുന്നത് കേട്ടോ. നല്ലൊരു എന്താ പറയാ, മനോഹരമാണ്, നല്ലൊരു പോസിറ്റീവ് വൈബാണ് ഈ ഒരു വീടിനകത്തേക്ക് വരുമ്പോൾ ഉള്ളത്. പിന്നെ നിർഭാഗ്യവശാൽ അന്ന് ലാലേട്ടൻ അവിടെ ഇല്ലായിരുന്നു കേട്ടോ. അദ്ദേഹം ചെന്നൈയിൽ പോയിരിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടുന്ന് പതുക്കെ ഇറങ്ങിയിട്ട് നേരെ പോയത് വിദ്യവിഹാർ റെസിഡൻസ് അസോസിയേഷനിലെ 19-ാം നമ്പർ വീട്ടിലേക്കാണ്. ഈ 19-ാം നമ്പർ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് വിസ്മയം. അതാണ് നമ്മുടെ ലാലേട്ടന്റെ തേവരയിലുള്ള വീട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ ലൊക്കേഷനിൽ എത്തി. അവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു റെസിഡൻസ് ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ഇടിഞ്ഞ വഴികളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇന്റർലോക്ക് ഇട്ട വഴികളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു വഴി ഇങ്ങനെ കുറെ കറങ്ങി എന്തായാലും നമ്മൾ ലാലേട്ടന്റെ ആ ഒരു വീടിന് മുമ്പിലെത്തി. വിസ്മയം എന്ന് പറഞ്ഞ വീടിന് മുമ്പിലെത്തി. അപ്പോൾ ആ വീടിന്റെ മുമ്പിലത്തെ കാര്യം പറയുവാണെങ്കിൽ അവിടെ ഒരു വലിയ ഗേറ്റ് കാണാനായിട്ട് പറ്റും. നമ്മൾ ഈ ഒരു ഗേറ്റ് പല വീഡിയോയിലായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗേറ്റിന്റെ മുൻപിലായിട്ട് തന്നെ നമുക്ക് വിസ്മയം എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നത് കാണാൻ കേട്ടോ. പക്ഷേ ഇത് ലാലേട്ടന്റെ പഴയ വീടാണ്. ഇപ്പം ഈ ഒരു വീട് നമ്മുടെ ആശീർവാദിന്റെ ഓഫീസായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ ഹിറ്റ് സിനിമ ലൂസിഫർ ഉണ്ടല്ലോ, അതിന്റെ ചർച്ചകളൊക്കെ നടന്നത് ഈ വീട്ടിലാണെന്നാണ് പറയുന്നത്. അങ്ങനെ നമുക്ക് എന്തായാലും അകത്തേക്ക് കയറാനുള്ള വഴിയില്ല, അവിടെ ആരും ഇല്ലായിരുന്നു. അങ്ങനെ കുറച്ചു നേരം അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പോയത് എങ്ങോട്ടാണെന്നറിയോ, നമ്മുടെ ആക്ടർ ജയസൂര്യ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ്. അദ്ദേഹത്തിന്റെ സ്വപ്നക്കൂട് എന്ന് പറഞ്ഞ വീട് വരുന്നത് നമ്മുടെ കൊച്ചി പനമ്പള്ളി നഗർ ഉണ്ടല്ലോ, അതിനടുത്തായിട്ടാണ്. അപ്പൊ ഞങ്ങൾ നേരെ പോയത് അങ്ങോട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ലാലേട്ടന്റെ തേവരിലുള്ള വീടിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ റെസിഡൻസ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഇന്റർലോക്ക് ഇട്ട ചെറിയ ചെറിയ വഴികളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്.
അപ്പോൾ ആ ഒരു വഴി നേരെ അങ്ങനെ കായലിന്റെ സൈഡിലാണ്, ആ ഒരു വഴി നേരെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് നമ്മുടെ ജയസൂര്യയുടെ വീട് കാണാൻ പറ്റും. ജയസൂര്യയുടെ സ്വപ്നക്കൂട് എന്ന് പറഞ്ഞ വീട്. അപ്പോൾ ആ ഒരു വീടിന്റെ കാര്യം പറയുവാണെങ്കിൽ വീടിന് പുറത്തായിട്ട് സെപ്പറേറ്റ് ഒരു പാർക്കിംഗ് ഷെഡ് കാണാൻ പറ്റും. അപ്പൊ അതിനകത്ത് തന്നെ ഒരു റെഡ് പോളോയും അതുപോലെ തന്നെ ഒരു മിനി കൂപ്പറും കിടപ്പുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ലാലേട്ടന്റെ വീട് പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഓട് പാകിയ ഡിസൈൻ തന്നെയാണ് നമുക്ക് ഈ ഒരു വീട്ടിലും കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ വീടിന്റെ മുൻപിലായിട്ട് വുഡിൽ ചെയ്തേക്കുന്ന ഒരു സ്വപ്നക്കൂടെന്ന് പറഞ്ഞിട്ട് വീടിന്റെ പേര് ഇങ്ങനെ കുത്തിവെച്ചേക്ക് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അത് നല്ല ഭംഗിയോടുകൂടി ചെയ്തിട്ടുണ്ട്. പിന്നെ വീടിനകത്ത് നമുക്ക് ഒരു ലേറ്റസ്റ്റ് ക്രെറ്റ, ആ ഒരു സമയത്തെ ലേറ്റസ്റ്റ് ക്രെറ്റയൊക്കെ നമുക്ക് വീടിന്റെ പാർക്കിംഗ് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങനെ ആ ഒരു വീടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ഡോഗൊക്കെ ആയിട്ട് നമ്മുടെ ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിയോടൊക്കെ സംസാരിച്ച്, അത് അവരുടെ ഡോഗ് തന്നെയാണ് കേട്ടോ, നമ്മുടെ ജയസൂര്യൻ ഡോഗ് തന്നെയാണ്. അതിനെ ഇങ്ങനെ വാക്കിങ്ങിന് വേണ്ടി കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പൊ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങിയത് നമ്മുടെ പനമ്പള്ളി നഗറിൽ തന്നെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത ഈ ഒരു ലൊക്കേഷനാണ്. നിങ്ങൾക്ക് ഈ ഒരു ലൊക്കേഷൻ ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ഫഹദ് ഫാസിലിന്റെ കുറച്ചു കാലം മുന്നേ ഇറങ്ങിയ ഒരു സിനിമയുടെ ഒരു വിഷ്വലി ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷനാണ്. നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്തു കേട്ടോ. അപ്പൊ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത വീട്ടിൽ ബൈ.